Good morning all. Our next topic is accounting for hire purchase transaction in the books of the hire purchaser. Purchased ബുക്കിൽ ഹയർ പർച്ചേസിങ് ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. To have proper accounting record, some information is required in regarding to the hire purchase transactions. Certain informations അവൈലബിൾ ആയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഹയർ പർച്ചേസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഡേറ്റ് ഓഫ് പർച്ചേസ് ഓഫ് അസറ്റ്സ്, ക്യാഷ് പ്രൈസ് ഓഫ് അസറ്റ്, amount of down payment, number and amount of each installment, rate of interest, method and rate of depreciation and date of closing the books. ഇത്രയും ഇൻഫർമേഷൻസ് അവൈലബിൾ ആയാൽ മാത്രമേ നമുക്ക് ഹയർ പർച്ചേസിങ്ങിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. There are three methods of recording hire purchase transactions in the books of hire purchaser. Hire purchaserയുടെ ബുക്കിൽ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ മെയിനായിട്ട് 3 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ്, സെക്കൻഡ് ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡ് ആൻഡ് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. ഈ 3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഹയർ പർച്ചേസറുടെ ബുക്കിൽ ഹയർ പർച്ചേസിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫസ്റ്റ് മെത്തേഡ്, ദാറ്റ് ഈസ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ്. Full cash price method. Under this method, the asset is recorded at full cash price. Thus, this method treats the hire purchaser as owner of the asset, and this method is more appropriate because the intention all along is to buy the asset. അപ്പോൾ ഈ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ അസറ്റ് നമ്മൾ അതിൻ്റെ ഫുൾ വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 10,000 ഒരു അസറ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് ഫസ്റ്റ് തന്നെ നമ്മൾ ഹയർ പർച്ചേസ്ഡ് അക്കൗണ്ടിൽ 10,000 അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. കാരണം ഇതെന്താണെങ്കിലും ലാസ്റ്റ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഹയർ പർച്ചേസിൽ എഗ്രിമെൻറ്റിൽ പോകുന്നത്. അതുകൊണ്ടിട്ട് എന്താണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് തന്നെ ഓണറായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു അക്കൗണ്ടിൽ ചെയ്യുന്നത്, ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എൻട്രീസ്, ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വെൻ അസറ്റ് ഈസ് അക്വയർഡ് ഓൺ ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസിൽ നമ്മൾ അസറ്റ് അക്വയർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു 10,000 റുപ്പീസിൻ്റെ ഒരു മെഷീനറിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അസറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഹയർ വെൻഡർ. അതായത് നമുക്കൊരു അസറ്റ് വരികയാണ് അല്ലേ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നാണ്. അസറ്റ് വരുന്നതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ആരത്തിൽ നിന്നാണോ വാങ്ങിക്കുന്നത് അതാണ് ഹയർ വെൻഡർ. എന്നിട്ട് നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കണം, ഫുൾ ക്യാഷ് പ്രൈസ്, ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ 10,000 കൊടുക്കണം. സെക്കൻഡ്, വെൻ ഡൗൺ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. അതായത് നമ്മളെ സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലായിട്ടൊരു എമൗണ്ട് കൊടുക്കില്ലേ, അത് കൊടുക്കുമ്പോൾ വരുന്ന എൻട്രിയാണ്. നമ്മൾ കൊടുക്കുന്നത് ക്യാഷാണ്. അപ്പോൾ ക്യാഷ് കൊടുക്കുമ്പോൾ അസറ്റ് പോവാണ്. അസറ്റ് പോകുമ്പോൾ നമ്മളെപ്പോഴും അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ആർക്കാണ് കൊടുക്കുന്നത്, ഹയർ വെൻഡർക്ക്. ഹയർ വെൻഡറുടെ അടുത്ത് നമ്മൾ ഓൾറെഡി നമുക്ക് 10,000 ഒരു ലാബിലിറ്റി ഉണ്ട് അല്ലേ. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ എന്ന് പറയുമ്പോൾ അവിടെ ഹയർ വെൻഡർ ക്രെഡിറ്റ് ആണ്, ലാബിലിറ്റി ആയിട്ടൊരു 10,000 ഉണ്ട്. അപ്പം നമ്മൾ ക്യാഷ് ആയിട്ടൊരു 1,000 റുപ്പീസ് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു 1000ൻ്റെ ലാബിലിറ്റി കുറഞ്ഞ് കിട്ടില്ലേ. അപ്പോൾ 1000 കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റിൽ 10,000 ഉള്ള ഹയർ വെൻഡറിന് 1000 കുറയ്ക്കണമെങ്കിൽ 1000 ഡെബിറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഡൗൺ പേയ്മെൻറ്റ്, എക്സാമ്പിൾ എന്താണോ അത് 1,000 ആണെങ്കിൽ 1,000 കൊടുക്കണം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക, എന്താണ് അസറ്റ് വാങ്ങിക്കുമ്പോൾ അസറ്റിന് ഡെബിറ്റ് ചെയ്യാണ്, നമ്മുടെ ക്യാഷ് പോകുമ്പം ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ ലാബിലിറ്റി കുറയുമ്പം അതിന് ലാബിലിറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അതിലേതെങ്കിലും നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ ഡബിൾ ആസ്പെക്ട്സ് ആണ്. അതിലേതെങ്കിലും ഒരു ആസ്പെക്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ തന്നെ ജേണൽ എൻട്രീസ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ എന്താണ്, ക്യാഷ് 1000 കുറഞ്ഞു. അതേപോലെ തന്നെ ഹയർ വെൻഡർക്ക് 10,000 ലാബിലിറ്റി ഉള്ളത് ഇപ്പോൾ 9,000 ആയിട്ട് കുറഞ്ഞു. പിന്നെ വെൻ ഇൻട്രസ്റ്റ് ബിക്കംസ് ഡ്യൂ. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ്, ഇൻട്രസ്റ്റ് നമുക്കൊരു എക്സ്പെൻസ് അല്ലേ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഹയർ വെൻഡർ. പിന്നെ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പേ ചെയ്യുമ്പം ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. അപ്പോൾ നമ്മൾ ഈ ഇൻട്രസ്റ്റും കൂടിയിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുക്കുക. ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ
മെഷീനറിയുടെ അല്ലെങ്കിൽ ഏത് അസറ്റാണോ അതിൻ്റെ പോർഷൻ ഓഫ് പേയ്മെൻറ്റും അതിൻ്റെ നമ്മൾ ബാക്കി കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റും വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് 10,000 ആണ് ഫുൾ ക്യാഷ് എന്ന് പറഞ്ഞു, 1,000 നമ്മൾ എന്തായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു, ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 9,000 നമ്മളിനി കൊടുക്കാനുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പം 9,000 രൂപയ്ക്കുള്ള ഇൻട്രസ്റ്റ് ആണ്, അതായത് എത്ര ഇനി കൊടുക്കാനുണ്ടോ അതിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് വരിക. അതായത് എത്രയാണോ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പം നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പം ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് കാണിക്കുക. പിന്നെ 5ാമത്തെ എൻട്രി വെൻ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു അസറ്റ് എന്ന് പറഞ്ഞ് ഡിപ്രീസിയേഷൻ എമൗണ്ട് കാണിക്കണം. നെക്സ്റ്റ് ഫോർ ക്ലോസിങ് ഇൻട്രസ്റ്റ് അല്ലേ, നമ്മൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ എന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് പിന്നീട് നമ്മൾ ക്യാഷായിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ടിന് ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ എവിടെയാണ് നമ്മളെല്ലാം ക്ലോസ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ക്ലോസ് ആയി. പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളത് ഡിപ്രീസിയേഷനാണ്. ഇയർ എൻഡ് ആകുമ്പോൾ ഡിപ്രീസിയേഷനും ക്ലോസ് ചെയ്യണം. അതും സെയിം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു. ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എങ്ങനെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ, രണ്ടിൻ്റെ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കൊടുത്തിട്ട് ഒരു എൻട്രി കൊടുത്തുകൊണ്ടിട്ട് തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും എൻട്രീസാണ് ഏതിൽ വരിക, ഹയർ പർച്ചേസ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ ചെയ്യുമ്പോൾ ഹയർ പർച്ചേസറുടെ, അതായത് ആരാണ് അസറ്റ് വാങ്ങിക്കുന്നത് ആ ആളുടെ അക്കൗണ്ടിൽ വരുന്ന ജേണൽ എൻട്രീസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. On 1st April 2016, Juhi and Company purchased a machine from Vigal Industries on hire purchase basis. The cash price of the machine was rupees 25,000. The payment was to be made rupees 5,000 on the balance in 4 annual installments of rupees 5,000 plus interest at 5% per annum, payable on 31st December each year. The first installment being payable on 31st December 2016. Show journal entries and ledger accounts in the books of Juhi and Company, assuming accounts are closed on 31st December and depreciation at 10% per annum, return off on the original cost. Also show how the items will appear in balance sheet of relevant periods. അപ്പോൾ ഇതിൽ നമ്മളടുത്ത് എന്താ പറയുന്നത്, ജൂഹി ആൻഡ് കമ്പനി എന്താണ്, വിഗൽ ഇൻഡസ്ട്രീസിൻ്റെ അടുത്തുനിന്ന് മെഷീനറി വാങ്ങിയിട്ടുണ്ട്. മെഷീനറിയുടെ എമൗണ്ട് 25,000 ആണ്. പിന്നെ ആ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന ദിവസം തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, 5,000 ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന 20,000 4 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് 5,000 ആണ്. 5,000-ൻ്റെ 5,000-ൻ്റെ 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് ബാക്കി കൊടുക്കുന്നത്. പ്ലസ് ഇൻട്രസ്റ്റ് അറ്റ് 5% പെർ ആനം. അതായത് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ 5,000-ൻ്റെ കൂടെ തന്നെ ബാക്കി കൊടുക്കാനുള്ളതിൻ്റെ മുകളിൽ 5% ഇൻട്രസ്റ്റും കൂടെ വരുന്നുണ്ട്. പിന്നെന്താണ്, 31st December ആണ് എല്ലാ വർഷവും ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നത്. ഇത് കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജേണൽ എൻട്രീസും ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാനാണ്. പിന്നെ ഡിപ്രീസിയേഷൻ ഇയർലി 10% ഓൺ ഒറിജിനൽ കോസ്റ്റ്. അതായത് എല്ലാ വർഷവും 25,000-ൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ കാണണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇയറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. കാരണം എന്താണ്, April 1st ആണ് തുടങ്ങുന്നത്. അപ്പോൾ 9 മാസത്തേക്കാണ് നമ്മൾ എന്ത് കാണേണ്ടി വരിക, ഇൻട്രസ്റ്റ് കാണേണ്ടി വരിക. അതേപോലെ 9 മാസത്തേക്കാണ് എന്ത് കാണേണ്ടി വരിക, ഡിപ്രീസിയേഷൻ കാണേണ്ടി വരിക. ബാക്കി എല്ലാ വർഷവും ഹോൾ 1 ഇയർ തന്നെ വരും. പിന്നെ ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും 25,000-ൻ്റെ മുകളിൽ തന്നെ കാണണം. പിന്നെ ഇൻട്രസ്റ്റ് ആണെങ്കിലോ ഓരോ വർഷം, അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ 20,000-ൻ്റെ മുകളിൽ 9 മാസത്തേക്ക്, സെക്കൻഡ് ഇയർ ആവുമ്പം 15,000, അതായത് 5,000 ഓൾറെഡി കൊടുത്തല്ലോ. അപ്പോൾ 15,000-ൻ്റെ മുകളിൽ ഒരു വർഷത്തേക്ക്, ആ രീതിയിലാണ് കാണേണ്ടത്. സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ഇയറിലത് മാത്രം ഒന്ന് നോക്കാം. 2016 April 1 നമ്മൾ ആദ്യം മെഷീനറി വാങ്ങിക്കുമ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റ് ടു വിഗൽ ഇൻഡസ്ട്രീസ്. വിഗൽ ഇൻഡസ്ട്രീസ് ആണ് ഇവിടെ ഹയർ വെൻഡർ. അപ്പോൾ നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് മെഷീനറിയുടെ ഫുൾ എമൗണ്ട് 25,000 നമ്മൾ കാണിക്കണം. പിന്നെ
31 ഡിസംബർ ആകുമ്പോൾ എന്താണ് നമ്മൾ 31 അല്ല, April 1, അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ആ ദിവസം തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്, ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് 5000 അല്ലേ, നമ്മൾ ക്യാഷ് പോവുകയാണ്, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. വിഗൽ ഇൻഡസ്ട്രീസിൻ്റെ ലാബിലിറ്റി 5000 കുറയാണ്, 25,000 ഓൾറെഡി ലാബിലിറ്റി ഉണ്ട്. അപ്പോൾ വിഗൽ ഇൻഡസ്ട്രീസിന് ഡെബിറ്റ് ചെയ്യുന്നു, 5000 കൊടുക്കുന്നു. പിന്നെ ഇയർ എൻഡ് ആകുമ്പോൾ എന്താവും, നമുക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു വിഗൽ ഇൻഡസ്ട്രീസ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്, അത് ഡ്യൂ ആയിരിക്കുന്നത് വിഗൽ ഇൻഡസ്ട്രീസിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ ലാബിലിറ്റിയാണ് കൂടുന്നത്. അപ്പോൾ അവിടെ 750 വരും. 750 എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 5000 നമ്മൾ ഓൾറെഡി കൊടുത്തു, പിന്നെ കൊടുക്കാനുള്ളത് 20,000 ആണ്. അപ്പോൾ 20,000 ഇൻറ്റു 9/100 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷേ ഫുൾ ഇയറിലേക്ക് വേണ്ട, നമ്മൾ കിട്ടുന്ന എമൗണ്ടിനെ 9/12 9 മാസത്തേക്ക്, 12 മാസത്തിൽ 9 മാസത്തേക്കാണ് കാണുന്നത്. ആ രീതിയിലാണ് 750 കിട്ടുക. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യണം. 31 ഡിസംബർ തന്നെ ഇയർ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യണം. വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് 5,750. അതായത് 5,000 ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും പ്ലസ് 750 ഇൻട്രസ്റ്റും കൂടെ ചേർന്നിട്ട് 5,750 വരും. പിന്നെ നമ്മൾ ഇയർ എൻഡിൽ ചെയ്യേണ്ട കാര്യമാണ് ഡിപ്രീസിയേഷൻ കാണിക്കുക. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി, അത് കാണുമ്പോൾ 25,000 ഇൻറ്റു 10/100 10% പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് 9 മാസമേ വരുന്നുള്ളൂ. കിട്ടുന്ന ആൻസറിന് 9/12 കൊണ്ട് ചെയ്താൽ നമുക്ക് 1875 1875 കിട്ടും. പിന്നെ എന്ത് ചെയ്യണം, ഈ രണ്ട് ഇൻട്രസ്റ്റിനെയും അതേപോലെ ഡിപ്രീസിയേഷനെയും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം P&L അക്കൗണ്ടിലേക്ക്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ, അതിൻ്റെ എമൗണ്ട്സ് കാണിച്ചാൽ 2016 ഏപ്രിൽ ആ ഒരു വർഷത്തെ എൻട്രീസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ ഓരോ വർഷവും ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഡൗൺ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കാണിക്കുമ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ ഇനി കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ പുറത്ത് മാത്രമേ കാണിക്കാവൂ. അതായത് അടുത്ത വർഷം കാണിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി 10,000 കൊടുത്തു, ഇനി നമ്മൾ നെക്സ്റ്റ് ഇയറിൽ കാണിക്കുമ്പോൾ 15,000 മുകളിലേ കാണിക്കാൻ പറ്റുള്ളൂ. തേർഡ് ഇയറിൽ കാണിക്കുമ്പോൾ 10,000 മുകളിലേ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റുള്ളൂ, ഇൻട്രസ്റ്റ് കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും എന്ത് തന്നെ ചെയ്യണം, 25,000 മുകളിൽ തന്നെ കാണിക്കണം. ഇവിടെ 1875 കിട്ടാൻ കാരണം എന്താണ്, 9 മാസത്തേക്ക് കാണിച്ചുകൊണ്ടാണ്. നെക്സ്റ്റ് ഇയർ മുതൽ അത് എത്ര തന്നെ വരും, 25,000 10%, അതായത് 2,500 വെച്ച് ചെയ്യും. പിന്നെ ഓരോ ഇയർ എൻഡിലും എന്ത് ചെയ്യണം, P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ക്ലോസ് ചെയ്യണം. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. 4 ഇൻസ്റ്റാൾമെൻറ്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ 4 വർഷത്തേക്ക് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ഫസ്റ്റ് മെഷീനറി അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ നോക്കുക, ഇതിൽ ഫസ്റ്റ് തന്നെ എന്ത് വരുന്നുണ്ട്, മെഷീനറിയിൽ ടു വിഗൽ ഇൻഡസ്ട്രീസ് 25,000 അല്ലേ, ആ രീതിയിൽ ബൈ ഡിപ്രീസിയേഷൻ. പിന്നെ അങ്ങനെ ഓരോ വർഷവും ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെഡ്ജർ ചെയ്യേണ്ടത്.